പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. കറണ്ട് അഫേഴ്സിന് ഏതൊരു എക്സാമിലും വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ഓരോ ദിവസവും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു എക്സാമിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. നെയിം ഓഫ് ദ പേഴ്സൺ ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി ചീഫ് കോച്ച് ഓഫ് ഇന്ത്യൻ അത്ലറ്റ് ഓൺ 4th December 2020. 2020 ഡിസംബർ 4 ഇന്ത്യൻ അത്ലറ്റ്സിൻ്റെ ചീഫ് കോച്ചായി നിയമിതനായ വ്യക്തിയുടെ പേര്? രാധാകൃഷ്ണൻ നായർ. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രാധാകൃഷ്ണൻ നായറിനെ ഫുൾ ടൈം കോച്ച് ആയിട്ട് നിയമിച്ചു. 2020 ജൂലൈയിൽ ചീഫ് കോച്ചായിട്ടുള്ള ബഹാദൂർ സിംഗിൻ്റെ രാജിക്ക് ശേഷം 2020 ഡിസംബർ 4 രാധാകൃഷ്ണൻ നായറിനെ ചീഫ് കോച്ച് ആയിട്ട് നിയമിച്ചു. ഇദ്ദേഹം ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഇൻ്റർനാഷണൽ കോച്ചിങ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം സർട്ടിഫിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ്. വിച്ച് പാർട്ടി ഹാസ് എമേർജ്ഡ് ആസ് ദ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ഇൻ ദി 150 വാർഡ് ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻ വിന്നിംഗ് 55 വാർഡ്സ്. 150 വാർഡുകളുള്ള ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ 55 വാർഡുകളിൽ വിജയിച്ച ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നു വന്ന പാർട്ടി ഏതാണ്? തെലങ്കാന രാഷ്ട്ര സമിതി TRS. TRSന് 55 വാർഡ് ലഭിച്ചപ്പോൾ BJPക്ക് 48 വാർഡ്. അസാദുദ്ദീൻ ഒവൈസിക്ക് AIMIM പാർട്ടിക്ക് 44 വാർഡുകൾ, കോൺഗ്രസിന് 2 വാർഡുകൾ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി നേവൽ എക്സസൈസ് ബിറ്റ്വീൻ ദി ഇന്ത്യൻ നേവി ആൻഡ് ദ റഷ്യൻ ഫെഡറേഷൻ നേവി ഇൻ ദി ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ ഫ്രം 4th to 5 December 2020? 2020 ഡിസംബർ 4 മുതൽ 5 വരെ കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യൻ നാവികസേനയും റഷ്യൻ ഫെഡറേഷൻ നേവിയും തമ്മിലുള്ള നാവിക അഭ്യാസത്തിൻ്റെ പേര്? പാസേജ് എക്സസൈസ്. പാസെക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന നേവൽ എക്സസൈസ് ഡിസംബർ 4 മുതൽ 5 വരെ ഇന്ത്യയും റഷ്യയും തമ്മിൽ നടത്തുന്നു. റഷ്യൻ ഗൈഡഡ് മിസൈൽ ക്രൂയിസർ വരിയാഗ്, വലിയ അന്തർവാഹിനി വിരുദ്ധ കപ്പൽ അഡ്മിറൽ പന്തലീവ്, ഇടത്തരം സമുദ്ര ടാങ്കർ പെച്ചെങ് എന്നിവയുടെ പങ്കാളിത്തം ഈ പരിശീലനത്തിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ നിന്ന് പ്രതിനിധീകരിക്കുന്ന തദ്ദേശീയമായി നിർമ്മിച്ച ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് ശിവാലിക്, അന്തർവാഹിനി വിരുദ്ധ കോർവെറ്റ് കാറ്റ്മെറ്റ് എന്നിവയും ഹെലികോപ്റ്ററുകളും ഈ എക്സസൈസിൽ പങ്കെടുക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ തീം ഓഫ് വേൾഡ് സോയിൽ ഡേ വിച്ച് ഈസ് സെലിബ്രേറ്റിംഗ് ഓൺ December 5? ഡിസംബർ 5 ആഘോഷിക്കുന്ന വേൾഡ് സോയിൽ ഡേയുടെ തീം എന്താണ്? കീപ് സോയിൽ അലൈവ്, പ്രൊട്ടക്ട് സോയിൽ ബയോഡൈവേഴ്സിറ്റി. ആദ്യത്തെ വേൾഡ് സോയിൽ ഡേ 2014 ആഘോഷിച്ചത്. തായ്ലൻഡിലെ അന്തരിച്ച രാജാവ് ഭൂമിബോൾ അഡിലാദേച്ചിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ ദിവസം ഡിസംബർ 5 വേൾഡ് സോയിൽ ഡേ. Who has been named by Time magazine as the first ever kid of the year? Time magazine ആരാണ് ഈ വർഷത്തെ ഫസ്റ്റ് എവർ കിഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത്? ഗീതാഞ്ജലി റാവു. 15 വയസ്സുള്ള ഇന്ത്യൻ അമേരിക്കൻ ഗീതാഞ്ജലി റാവു ആണ് ടൈം മാഗസിൻ്റെ ഫസ്റ്റ് എവർ കിഡ് ഓഫ് ദി ഇയർ അവാർഡിന് അർഹയായത്. US വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാഗസിൻ ആണ് ടൈം മാഗസിൻ. മലിനമായ കുടിവെള്ളം മുതൽ ഒപ്പിയോഡ് ആസക്തി, സൈബർ ഭീഷണി എന്നിവ വരെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള അതിശയകരമായ പ്രവർത്തനത്തിന് 15 വയസ്സുള്ള ഇന്ത്യൻ അമേരിക്കൻ ഗീതാഞ്ജലി റാവു ബ്രില്യൻ യങ് സയൻറ്റിസ്റ്റ് ആൻഡ് ഇൻവെൻറ്റർ അവാർഡ് അർഹയായി. Which country has become second by planting a flag
ഓൺ ദി മൂൺ ആഫ്റ്റർ ദി US. US ശേഷം രണ്ടാമത് ചന്ദ്രനിൽ ഒരു പതാക സ്ഥാപിച്ച രാജ്യം ചൈന. ഫാബ്രിക് പതാക ചാങ് 5 ലാൻഡർ വാഹനമാണ് അത് വിടർത്തിയത്. ചൈനീസ് പതാകയ്ക്ക് 2 മീറ്റർ വീതിയും 90 സെൻറ്റിമീറ്റർ ഉയരവും 1 കിലോഗ്രാം ഭാരവുമുണ്ട്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി റിമോട്ട് ഐലൻഡ് വെയർ ബംഗ്ലാദേശീസ് അതോറിറ്റീസ് ഹാവ് ബിഗൺ ടു റീലൊക്കേറ്റ് റോഹിംഗ്യ റെഫ്യൂജീസ്? ബംഗ്ലാദേശ് അധികൃതർ റോഹിംഗ്യൻ അഭയാർത്ഥികളെ വിദൂര ദ്വീപിലേക്ക് മാറ്റുന്ന ആ ദ്വീപിൻ്റെ പേര്? ബാഷൻ ചാർ. ബംഗ്ലാദേശിലെ ഹതിയ ഉപാസനയിലെ ഒരു ദ്വീപാണ് ചാർപിയ എന്ന പേരിലും അറിയപ്പെടുന്ന ബാസൻ ചാർ. സ്വാൻവിപ് ദ്വീപിൽ നിന്ന് 6 കിലോമീറ്ററും പ്രധാന ഭൂപ്രദേശത്ത് നിന്ന് 37 മൈലും അകലെയുള്ള ബംഗാൾ ഉൾക്കടലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 7,30,000 റോഹിംഗ്യ അഭയാർത്ഥികൾ ഈ ക്യാമ്പിലുണ്ട്. 2017 മ്യാൻമറിൽ നിന്നും ബംഗ്ലാദേശിൽ എത്തിയ അഭയാർത്ഥികളാണ് റോഹിംഗ്യ അഭയാർത്ഥികൾ. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. നമുക്ക് ഏതൊരു എക്സാമിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.